തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസിൽ 19കാരി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. നിലവിൽ റെയിൽവേ പോലീസും RPFും കേസ് അന്വേഷിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് 10ഓളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ സംഭവത്തിന് സാക്ഷികളാണ്. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകിയിരുന്നു. കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ശ്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവ് ഉണ്ടായിട്ടില്ലെന്നും വീണ്ടും CT സ്കാനിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. അല്ല, ശ്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് CT എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശകലം നേരത്തെ പറഞ്ഞത് പേഷ്യന്റിന് ഒരു CTയും കൂടെ ചെയ്യുന്നു. പിന്നെ CT ആൻജിയോഗ്രാം എങ്ങാണ്ട് ചെയ്യാനുള്ളൊരു പരിശോധന. വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല. പ്രതീക്ഷിച്ച ഒരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് CTയും പിന്നെ അകത്തെവിടെയെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് പുതുതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു CT ആൻജിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ എന്നെ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. ഓക്കെ, ശരി എന്നാൽ താങ്ക് യു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഒരു വശത്ത് പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഇല്ല എന്ന് തന്നെയാണ് ഈ ആശുപത്രി സൂപ്രണ്ടിൻ്റെ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം? രാവിലെ നമ്മൾ ഈ ഡോക്ടർമാരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ അനൗദ്യോഗികമായി നമ്മളോട് പറയുന്ന കാര്യം, ഈ തലയ്ക്ക് ക്ഷതമേറ്റിരിക്കുന്നത് സാരമായ ക്ഷതമാണ് ഏറ്റിരിക്കുന്നത്. തലച്ചോറിന് ചതവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇന്റേണൽ ബ്ലീഡിംഗ്, ആന്തരിക രക്തസ്രാവം ആദ്യഘട്ടത്തിൽ ആശങ്കയുളവാക്കുന്ന തരത്തിലേക്ക് മാറിയതും ഈ വെന്റിലേറ്ററിലേക്ക് ഈ 19കാരിയെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്തായാലും നിലവിൽ ഉള്ള സ്ഥിതി ഇപ്പോഴും ബോധം വീണ്ടെടുത്തിട്ടില്ല ഈ 19കാരി. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഹെഡ് ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ 2 ആഴ്ചയോ ചില കേസുകളിൽ 3 ആഴ്ചയോ വരെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ബോധം വീണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം അത്രമാത്രം ഈ തലച്ചോറിന് ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള നിരന്തരമായ നിരീക്ഷണവും അതുമായി ബന്ധപ്പെട്ട ചികിത്സയുമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വീണ്ടും CT സ്കാൻ എടുത്ത് പരിശോധന നടത്താനുള്ളൊരു നീക്കത്തിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ എത്തുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് ഈ ശ്രീകുട്ടിയുടെ ആരോഗ്യനില കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മെഡിക്കൽ സൂപ്രണ്ട് നേരത്തെ മാധ്യമങ്ങളെ കാണുകയും നിലവിലെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ് എന്ന് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും ഏതാണ്ട് ഒരു പക്ഷേ 2 ആഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആശങ്ക ഉളവാക്കുന്ന സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം വരേണ്ട നിഗമനത്തിലാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. എന്തായാലും ബോധം വീണ്ടെടുത്തിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ഡാൻ, അതോടൊപ്പം ഡാൻ, ഈ കേസിൽ ഈ പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ്? കാരണം ഒന്ന്, ഏറ്റവും അധികം ആക്ഷേപം നേരിട്ടത് മതിയായ സുരക്ഷ ട്രെയിനുകളിൽ ഉണ്ടായില്ല തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസ് ആക്ഷേപം നേരിട്ടൊരു കേസ് കൂടിയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ 19കാരി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? നിലവിൽ 2 ആഴ്ചത്തേക്കാണ് തിരുവനന്തപുരം CJM കോടതി ഈ പ്രതി സുരേഷ് കുമാറിനെ റിമാൻഡ് ചെയ്തത്. പക്ഷേ ഇതുവരെ RPF കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടില്ല. ആ കസ്റ്റഡി അപേക്ഷ നൽകിയതിന് ശേഷമായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിനായി വർക്കലയിലേക്ക് ഉൾപ്പെടെ എത്തിക്കുക. പക്ഷേ ഇതിൽ പ്രതിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്, സാധാരണയായി ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ CCTV ക്യാമറകൾ ഉണ്ടാകാറില്ല. പക്ഷേ കേരള എക്സ്പ്രസ് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്ന ട്രെയിനായതുകൊണ്ട് വിലപിടിപ്പുള്ള പല ലഗേജുകളും കൈകാര്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന ഒരു ഭാഗത്ത് ഈ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നു. ആ ക്യാമറയിൽ ഈ പെൺകുട്ടികളുമായി ഈ പ്രതി പ്രകോപനപരമായി തർക്കിക്കുന്നതും സംസാരിക്കുന്നതും അതിനുശേഷം ഇവരെ ചവിട്ടുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുതന്നെയാണ് ഇയാൾക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. അതായത് പെട്ടെന്ന് പ്രകോപിതനായി അവരെ അങ്ങോട്ട് ആക്രമിക്കുന്നത് വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങളാണ് റെയിൽവേ DYSP ഉൾപ്പെടെയുള്ള സംഘം സ്വീകരിക്കുകയും പിന്നീടത് കോടതിക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രതി പലപ്പോഴും ചോദ്യം ചെയ്യലിനിടയിൽ
താനല്ല ഇവരെ തള്ളിയതെന്നും തനിക്ക് സമീപത്തുണ്ടായിരുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനാണ് എന്ന തരത്തിലൊക്കെ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വീണ്ടെടുത്തതിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും പിന്നീട് ഈ പ്രകോപനമാണ്, അതായത് സീറ്റിൽ നിന്ന് മാറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ തർക്കമാണ് ഈ ഇരുവരെയും ഒരുപോലെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതെന്ന് കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കിടക്കുക. മാത്രമല്ല, ഈ കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒപ്പം യാത്ര ചെയ്തിരുന്ന മറ്റ് സാക്ഷികളായിട്ടുള്ളവരുണ്ട്. അവരിൽ നിന്നടക്കം വിശദമായ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ ശ്രീകുട്ടിയുടെ കൂട്ടുകാരി, ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയുടെ മൊഴി തന്നെയാണ് ഏറെ നിർണായകം. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10 പേർ ആ സമയത്ത് കോച്ചിലുണ്ടായിരുന്നു, കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ 7 പേർ ഇതിന് സാക്ഷികളാണെന്ന് പറയുന്നു. ഒരാളുടെ മാത്രം മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് ഡാൻ? അങ്ങനെ ഇഴഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ ഒരു ഡ്യൂ പ്രൊസീജിയറിലാണ്. അതായത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള റെയിൽവേ പോലീസിൻ്റെ അല്ലെ അതുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത് ഒരു DYSPക്കാണ്. അദ്ദേഹം എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അദ്ദേഹം തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസുകളിൽ സാധാരണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ വേണം എല്ലാ സ്ഥലങ്ങളിലും നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏകോപിപ്പിക്കാൻ. അത്തരത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം ഏകോപിപ്പിക്കുന്നത് എറണാകുളം വരെയുള്ള, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള റേഞ്ചിൻ്റെ ചുമതലയുള്ള DYSPയാണ്. അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയാണ് ഈ വർക്കലയിൽ ഉൾപ്പെടെ എത്തി ഈ ട്രെയിനിൽ നിന്നും അതോടൊപ്പം ഈ സംഭവ സ്ഥലത്ത് നിന്നും കെമിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രാഥമികമായ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഈ CCTV ദൃശ്യങ്ങൾ, ഞാൻ ആദ്യം സൂചിപ്പിച്ച സാക്ഷിമൊഴികൾക്ക് അപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും വലിയൊരു ഡിജിറ്റൽ തെളിവായി മാറാൻ പോകുന്നത് ഈ CCTV ദൃശ്യങ്ങളാണ്. അതിൽ വളരെ കൃത്യമായി പ്രതി ചാടി ചവിട്ടുന്നത്, അതായത് പുറത്തേക്ക് തള്ളിയിടുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഈ ശ്രീകുട്ടിയുടെ പുറത്തേക്ക് ചവിട്ടിയതെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യമാണ് വീണ്ടെടുത്തിരിക്കുന്നത്. ആ ദൃശ്യം തന്നെയായിരിക്കും കോടതിയിൽ ഏറ്റവും വലിയൊരു പഴുതായി അല്ലെങ്കിൽ ഏറ്റവും വലിയ തെളിവായി ഈ സുരേഷ് കുമാറിനെതിരെ മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണം അതിൻ്റെ ഡ്യൂ കോഴ്സിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരാളുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ശേഷിക്കുന്ന ആളുകളുടെ മൊഴിയും വൈകാതെ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.